ഞാൻ 2 ദിവസമായി നമ്മളെ ചാനലിൽ ഇടുന്ന പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷെ കാലാവസ്ഥ വളരെ മോശമായത് കാരണം കാലാവസ്ഥ ഇന്നാണ് ഒന്ന് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വന്നത്. ഇന്നല്ല, ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. പരിസ്ഥിതി ആകുമ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രകൃതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നല്ലൊരു കാലാവസ്ഥ കിട്ടിയത്. ഞാൻ അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞത് പരിസ്ഥിതി വിഷയങ്ങൾ പ്രധാനമായിട്ടും ഊന്നിക്കൊണ്ടാണ്. അതിൽ പല വിഷയങ്ങളുണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച്. ഓരോരോ വിഷയങ്ങൾ ഓരോ തവണ ഇങ്ങനെ അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സൈലന്റ് വിക്ടിംസ് അക്കൗണ്ടിങ് എന്നാണ്. സാധാരണ നമ്മൾ അക്കൗണ്ട് എന്നുള്ള വാക്കിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്ക്. സൈലന്റ് വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഞാൻ പുസ്തകം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. സൈലന്റ് വിക്ടിംസ് എൻ എമർജിങ് ഇഷ്യൂ ഓഫ് എൻവയോൺമെന്റ്. അപ്പോൾ നിശബ്ദമായിട്ടുള്ള ഇരകൾ. അപ്പോൾ ഞാൻ ഇതൊരു പേര് ഇപ്പൊ നോക്കിയപ്പോൾ സൈലന്റ് വിക്ടിം ധാരാളം ആളുകൾ യൂട്യൂബായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പേരൊന്ന് മാറ്റി സൈലന്റ് വിക്ടിം അക്കൗണ്ടിങ് ആക്കി. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ സൈലന്റ് വിക്ടിംസിന്റെ റെസ്പോൺസിബിളായ ആളുകളെ കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ ഇരകളുടെ എണ്ണം തിട്ടപ്പെടുത്തുക, പിന്നെ ആരൊക്കെയാണ് ബാധിക്കുന്നത്, എത്രമാത്രമാണ് വ്യാപ്തി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഈ ചാനൽ കൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്തരീക്ഷ വായുവിനെ പറ്റിയാണ്. എല്ലാവർക്കും ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. പലവരും വിചാരിച്ചത് അന്തരീക്ഷത്തിൽ ഓക്സിജനാണ് പ്രധാനപ്പെട്ട അളവ് എന്നാണ്. എന്നാൽ ഓക്സിജൻ അല്ല, അന്തരീക്ഷത്തിൽ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത്. നൈട്രജൻ ഏകദേശം 78% നൈട്രജനാണ്. 21% അടുത്ത് മാത്രമേ ഉള്ളൂ ഓക്സിജൻ വരുന്നുള്ളൂ എന്നുള്ള. ബാക്കി 0.4% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ തന്നെ ക്രിപ്റ്റോൺ ഉണ്ട്, നിയോൺ ഉണ്ട്, പല വാതകങ്ങളും. പിന്നെ അതുമാതിരി അന്തരീക്ഷത്തിൽ ധാരാളം പൊടിപടലങ്ങൾ, നമ്മൾ വ്യവസായങ്ങളിൽ നിന്നൊക്കെ വരുന്ന പൊടിപടലങ്ങൾ ഉണ്ടാവും, പിന്നെ മഞ്ഞുകണങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം പാടെ കൂടിയുള്ള ഒരു മിക്സറാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ ഇത് ഇപ്പോഴുള്ള 21% ഓക്സിജൻ, 78% നൈട്രജൻ എന്നൊക്കെ പറഞ്ഞ 4.0% ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനിൽ എപ്പോഴെല്ലാം മാറ്റം വരുന്നുവോ അപ്പോഴൊക്കെ പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടായി വരും, സ്വാഭാവികമാണ്. ഇപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റിട്ടുള്ളത്, ഓക്സിജന്റെ അളവ് കുറയാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടാൻ തുടങ്ങിയിട്ടുള്ളത് 1970-80 ശേഷമാണ്. 80 ശേഷം ലോകം മൊത്തം വ്യവസായവൽക്കരണം, 90-കളൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ വ്യാപ്തി വളരെ കൂടി, മൊത്തം വ്യവസായവൽക്കരണം വന്നു. ഹരിതോർജം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കാർബൺ ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജങ്ങൾ, അതായത് ജലത്തിൽ നിന്ന് വൈദ്യുതി, സൂര്യനിൽ നിന്ന് വൈദ്യുതി, ഹരിതോർജത്തിന്റെ ഉൽപ്പാദനം അല്ലാതെ തന്നെ മറ്റ് കാർബൺ ഊർജം, പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗം വർദ്ധിച്ചതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശം കൂടി. അതാണ് വലിയ നാശത്തിനിടവ്. നമ്മളെ കാലാവസ്ഥാ വ്യതിയാനം തന്നെ, ഇപ്പോഴുള്ള വെള്ളപ്പൊക്കം, പ്രളയം, അതിന്റെ ഫലമായി കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കൊടുങ്കാറ്റ് ഉണ്ടാവുന്നു, ഇടക്കിടക്ക് കൊടുങ്കാറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിന്റെ അംശം കൂടിയത് കൊണ്ടാണെന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. ഈ കോമ്പിനേഷനിൽ മാറ്റം വന്നു. അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഡൽഹിയിൽ 2018 ഡൽഹിയിൽ വൻ അന്തരീക്ഷ മലിനീകരണം ഉണ്ടായി. കാരണം അവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഏറ്റവും കൂടുതൽ മോശപ്പെട്ട മലിനീകരണത്തിൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട നഗരം ഡൽഹിക്ക് ആയി ഒരു ഘട്ടത്തിൽ. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ ആണ് 20 മലിന നഗരങ്ങളിൽ 20 എണ്ണം ഇന്ത്യയിലാണെന്നുള്ള വലിയൊരു ഇതുണ്ട്. അപ്പൊ ഡൽഹിയുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഡൽഹി നമുക്ക് എക്സാമ്പിളായി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ.
കാരണം അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും അവിടുത്തെ ജീവിത രീതിയും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ മലിനീകരണം എത്ര കണ്ട് അവിടുത്തെ കൊലപാതക നിരക്കും എത്ര കണ്ട് ദോഷമായിട്ടുണ്ടെന്ന് നമുക്ക് ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിനാണ് ഡൽഹിയുടെ ഉദാഹരണം എടുത്തത്. ഡൽഹിയിൽ ധാരാളം വ്യവസായങ്ങളുണ്ട്, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുണ്ട്, പിന്നെ അതുമാതിരി തന്നെ കൽക്കരി വ്യവസായങ്ങളുണ്ട്, പിന്നെ അതുമാതിരി തന്നെ അവിടെ വാഹന ഗതാഗതം വളരെ കൂടുതലുള്ള സ്ഥലം, എല്ലാവർക്കും കാറുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഡൽഹിയിലെ അന്തരീക്ഷം വളരെ മോശമായി. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അംശം കൂടി. പിന്നെ അതിന്റെ ഫലമായിട്ട് ഡൽഹിയിൽ ഒരു കാലത്ത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡൽഹി വളരെ മോശപ്പെട്ട ഒരു നഗരമായി മാറി. അതായത് ഒരു ബേണിംഗ്, ഒരു 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 കത്തുന്ന നഗരം, ഒരു ചൂള പോലെയായി തീർന്നു. പല ആളുകളും ഡൽഹിയിലേക്ക് വരാൻ തന്നെ മടിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ഡൽഹിയുടെ വഴിക്ക് വന്നിട്ട് മടങ്ങിപ്പോയ ഒരു ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് ആളുകൾ പല സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി താമസിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. ഡൽഹി സ്ഥലങ്ങളൊക്കെ വില കുറവുള്ള അവസരമുണ്ട്. നമ്മളെ ക്യാപിറ്റൽ തന്നെ ലോകത്തിൽ ഏറ്റവും മലിനമായ നഗരമായി തീർന്നു. അതെങ്ങനെയെന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഹരിയാന ഭാഗത്തു നിന്ന് ധാരാളം പുകകൾ, അവിടുത്തെ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുകകൾ, മാതിരി തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അവർ മറ്റു മലിനവാതകങ്ങളും കാറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്, കാരണം ഡൽഹിയിലെ ഭാഗത്തേക്ക് കാറ്റ് നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഡൽഹിയിലേക്ക് ഈ ഇത്തരം വാതകങ്ങൾ കയറി ചെല്ലുകയും ഡൽഹി അവിടുത്തെ അന്തരീക്ഷവുമായി ചേർന്ന്, അവിടുത്തെ പൊടിപടലങ്ങളുമായി ചേർന്ന്, അവിടുത്തെ മഞ്ഞുകണങ്ങളുമായി ചേർന്ന് അവിടെ തന്നെ തങ്ങി നിൽക്കുകയും ജനങ്ങൾക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. പല ആളുകൾക്കും അവിടെ ഓക്സിജൻ ഇത് വെച്ചിട്ടാണ്, ഓക്സിജന്റെ പിടിയിൽ പോയി വാങ്ങിയിട്ടാണ് ശ്വസിക്കാറുള്ളത് തന്നെ. ഇനി നമുക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൂടിയാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഓക്സിജന്റെ അളവ് കൂടിക്കാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കൂടിയാലുള്ള അവസ്ഥ നോക്കുക. നമ്മൾ വിചാരിക്കുക ഓക്സിജൻ നല്ലതാണ്, ഓക്സിജൻ കൂടിയാൽ എന്താ സംഭവിക്കുക, വളരെ നല്ലതാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമുക്ക് പ്രകൃതിയിൽ ഞാൻ പറഞ്ഞല്ലോ 21% ഓക്സിജനാണ്. ഈ 21% ഓക്സിജന്റെ വലിയൊരു ഭാഗം വരുന്നത് ഈ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക മരങ്ങളിൽ നിന്നാണെന്നുള്ള. പക്ഷെ മരങ്ങളല്ല ഈ ഓക്സിജൻ തരുന്നത്. നമുക്ക് എല്ലാ ഓക്സിജൻ തരുന്നത് മരങ്ങളെക്കാൾ കൂടുതലായിട്ട് സമുദ്രങ്ങളാണ്. സമുദ്രങ്ങൾ വളരെ കൂടുതൽ ഓക്സിജൻ നമുക്ക് തരുന്നുണ്ട്. ഏകദേശം 50% അടുത്ത് തന്നെ ഓക്സിജൻ നമുക്ക് തരുന്നത് സമുദ്രങ്ങളാണ്. പക്ഷെ നമ്മളാരും ഗൗനിക്കുന്നില്ല. അത് കഴിഞ്ഞാലാണ് മരങ്ങൾക്ക് സ്ഥാനമുള്ളൂ. നമ്മൾ പലപ്പോഴും ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ അടുത്ത് നമുക്ക് മരങ്ങളൊക്കെ കുഴിച്ചിടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രാധാന്യം കടലിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പക്ഷെ കടലിലേക്ക് നാം പലപ്പോഴും പ്ലാസ്റ്റിക് വേസ്റ്റ്, എല്ലാ വേസ്റ്റും കടലിലേക്ക് തന്നെയാണ് നമ്മൾ തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ കടലിലെ ഓക്സിജന്റെ അംശം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. അത് മറ്റൊരു ചാപ്റ്ററിൽ ഞാൻ പറയാം. ഇനി ഓക്സിജന്റെ അംശം നേരത്തെ പറഞ്ഞല്ലോ, 30% കൂടുതൽ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 30 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ കാലത്ത് മനുഷ്യരെല്ലാം ആരോഗ്യം ഉള്ളവരായിരുന്നു, തടിയുള്ളവരായിരുന്നു, ശക്തി കൂടുതലുള്ളവരായിരുന്നു, ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ ആ കാലത്തിലെ ആളുകൾക്ക് വളരെ ആളുകൾക്ക് എന്ത് ചെയ്യാനും ഒരു മടിയില്ലായിരുന്നു മൃഗങ്ങൾക്ക്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അവരുടെ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. അന്ന കാലത്ത് ഒരു 20-25 വർഷം വരെയൊക്കെ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ ആ കാലത്ത്. കാരണം വെച്ചാൽ ശരീരം നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അതിൻ്റെ ബോഡിയുടെ തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയോ, ബോഡി പെട്ടെന്ന് തന്നെ അവയവങ്ങൾ കേടുപറ്റുകയോ, അതിനനുസരിച്ചിട്ട് ബോഡി പെട്ടെന്ന് ആളുകൾ എന്തൊക്കെ രോഗം വരുമ്പോഴത്തേക്കും മരണമടയുകയും ചെയ്യുന്നൊരവസ്ഥ ആ കാലത്തുണ്ടായിരുന്നു. ഈ അന്തരീക്ഷത്തിലെ ഓക്സിജൻ വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ശരീരത്തിലെ ഈ ചെറിയ പ്രാണികളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, പ്രാണികൾക്ക് ശരീരത്തിൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ ട്രക്കിയ എന്ന് പറഞ്ഞ ചെറിയൊരു സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ കൂടിയാണ് പ്രാണികളൊക്കെ ഓക്സിജൻ വലിച്ചെടുക്കുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ കാലത്തുള്ള പ്രാണികളൊക്കെ വളരെ വലുതായിരുന്നു. വളരെ വലുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാക്കേനെ എടുത്താൽ കാക്ക ഒരു വലിയൊരു കഴുകന്റെ അത്ര വലിപ്പമുണ്ടാവും. പിന്നെ ഒരു പൂമ്പാറ്റനെ എടുത്തിട്ടാണെങ്കിൽ പൂമ്പാറ്റ ഒരു പരുന്തിന്റെ അത്ര വലിപ്പമുണ്ടാവും. അങ്ങനെ ശരീരത്തിന് വളരെ വലിപ്പം കൂടി. അപ്പൊ മനുഷ്യൻ തന്നെ ഓക്സിജൻ വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ 5.5 2.5 മീറ്ററോളൊക്കെ മനുഷ്യൻ തന്നെ വലിപ്പം വെക്കുന്ന ഒരു അവസ്ഥ
ഉണ്ടാവുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഈ ആയുർദൈർഘ്യം വളരെ കുറയും. പിന്നെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിച്ചാൽ നമ്മളൊന്ന് അടുപ്പിൽ തീ കത്തിച്ച് ഒരു തീപ്പെട്ടി വരുത്തിയാൽ തന്നെ പെട്ടെന്ന് കത്തിത്തീരും. അന്തരീക്ഷം മുഴുവൻ കത്തിത്തീരും. അപ്പൊ ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ മൊത്തം തീ പിടിച്ചു. ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെടികൾ കുഴിച്ചിടുക മാത്രമല്ല, മരങ്ങൾ നടുക മാത്രമല്ല, ഈ പിന്നെ അതുമാതിരി തന്നെ ഈ അന്തരീക്ഷത്തിലേക്ക് അനാവശ്യമായി കയറി വരുന്ന ഇത്തരം വാതകങ്ങളുടെ അളവ് മിനിമൈസ് ചെയ്തുകൊണ്ട് സന്തുലിതാവസ്ഥ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സസ്റ്റൈനബിൾ ലൈഫ്, അതായത് സുസ്ഥിര ജീവിതം എന്ന പദം കൊണ്ട് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഈ സുസ്ഥിര ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ചെടികൾ മാത്രമല്ല, നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ വരെ, കാർ ഓടിക്കുമ്പോൾ, വ്യവസായങ്ങളിൽ തന്നെ ഒക്കെ മലിനവാതകങ്ങൾ ഉണ്ടാകും. അത് കുറയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയുടെ ആയുസ് ഇപ്പം തീർന്നിട്ട് ഏകദേശം തീർന്നു. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം മിക്കവാറും ഒരു 2040 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചി ഭാഗവും കോഴിക്കോട് ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുന്ന പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആകുമ്പോൾ പിന്നീട് പറയാം. ഏതായാലും സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. കുട്ടികൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക, കുട്ടികൾ പഠിക്കട്ടെ, അവരെങ്കിലും ഒരു ബോധമുള്ള തലമുറയായിട്ട് വളരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്.